ജൂലിയസ് സീസർ ചക്രവർത്തിയെക്കുറിച്ച് പ്രചരിക്കുന്ന ഒരു കഥയുണ്ട്. കഥയാണ്, ബ്രിട്ടൻ പിടിച്ചടക്കാൻ സൈന്യത്തോടൊപ്പം കപ്പലിൽ പോവുകയായിരുന്നു സീസർ ചക്രവർത്തി. ഇതിനിടെ ബ്രിട്ടീഷ് സൈന്യം തങ്ങളെക്കാൾ 3 ഇരട്ടി വലുതാണെന്ന വിവരം ചാരന്മാരിൽ നിന്ന് സീസറിന് ലഭിച്ചു. ഇതറിഞ്ഞതോടെ തന്റെ സൈന്യത്തിന്റെ ആത്മവിശ്വാസം കുറയുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. യുദ്ധം ജയിക്കാൻ മാർഗങ്ങൾ അന്വേഷിച്ച സീസർ ഒടുവിൽ ഒരു വഴി കണ്ടെത്തി. കരയിലെത്തിയ ഉടൻ തങ്ങൾ സഞ്ചരിച്ച കപ്പലുകൾ തീവച്ച് നശിപ്പിക്കാൻ സീസർ ഉത്തരവിട്ടു. ഇതോടെ പട്ടാളക്കാർക്ക് മുന്നിൽ ഒരു വഴി മാത്രമായി: തങ്ങളെക്കാൾ 3 ഇരട്ടിയുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ കീഴ്പ്പെടുത്തുക, അവരുടെ കപ്പലുകളിൽ നാട്ടിലേക്ക് മടങ്ങുക. ഇതോടെ സൈന്യത്തിന്റെ ആത്മവീര്യം 10 മടങ്ങ് വർദ്ധിച്ചു. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വലിപ്പത്തെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുകൊണ്ട് സീസറിന്റെ പട തകർത്തു. വിജയശ്രീ ലാളിതരായ ബ്രിട്ടീഷ് കപ്പലുകളിൽ അവർ നാട്ടിലേക്ക് മടങ്ങി. മനോബലത്തിനും നിശ്ചയദാർഢ്യത്തിനും എന്തും സാധ്യമാക്കുന്ന കരുത്തുണ്ടെന്ന് ഇതിലൂടെ സീസർ ലോകത്തെ ബോധ്യപ്പെടുത്തി. നിങ്ങളുടെ കഴിവുകളേക്കാൾ നിങ്ങളുടെ മനോബലമാണ് വിജയത്തിലേക്ക് നയിക്കുക. സ്വന്തം കപ്പലുകൾ തീയിട്ട് നശിപ്പിക്കാൻ ഭടന്മാർക്ക് നിർദ്ദേശം നൽകിയ സീസർ ചക്രവർത്തിയുടെ ആത്മവിശ്വാസത്തെയും മനോബലത്തെയും കാൾ മറ്റൊന്നും മുകളിലില്ല. അതുകൊണ്ട് നിങ്ങൾ പരിമിതികൾ വരുന്ന സമയത്ത് പരിമിതികളെക്കുറിച്ചോർത്ത് പതറാതെ പരിശ്രമം തുടർന്നാൽ വിജയം നിങ്ങളെ തേടിയെത്തും. നിശ്ചയമായും തിരിച്ചു പോകാൻ കപ്പലില്ലെങ്കിൽ നിങ്ങൾ നിശ്ചയമായും ആ യുദ്ധം ജയിച്ചേ തീരൂ എന്ന തിരിച്ചറിവിലേക്കെത്തും. മൊത്തമെടുത്ത് നടുക്കടലാണെങ്കിൽ നീന്തൽ പഠിക്കാതെ നിങ്ങൾക്ക് രക്ഷയില്ലെന്ന് വരും. അപ്പോൾ മനോബലം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കലും ആ മനോബലത്തിന്റെ ഒരു പ്രതിഫലനമാണ്.